വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു പേർളി മാണിയുടെ. അപ്പം പൊതിച്ചോറിന്റെ ഒരു വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ അമ്മയ്ക്ക് ഇവിടെ സമാധാനം കൊടുത്തില്ല. എനിക്ക് പൊതിച്ചോറ് വേണം എന്ന് ഞാൻ ബഹളമായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കോളേജിലൊന്നും പോകുന്നില്ല. കോളേജിൽ പോകുന്ന ടൈമിൽ ഞാൻ പൊതിച്ചോറ കൊണ്ടുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ അല്ലായിരുന്നു, പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും ആക്ച്വലി പാത്രം കഴുകാനുള്ള മടി കാരണം പൊതിച്ചോറായിരുന്നു കൊണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിച്ച് ഇപ്പൊ നമ്മളത് കഴിക്കുന്നില്ലല്ലോ. അപ്പം ഭയങ്കരമായിട്ട് കൊതിയൊക്കെ വന്നുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കണം. നല്ല രസമല്ലേ ഇടയ്ക്ക് ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ്, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഒരു പൊതിച്ചോറ്, ഒന്നല്ല രണ്ട് പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഓർത്തു. അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാൻ ഓർത്തു. അത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഇഷ്ടംപോലെ പൊതിച്ചോറിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവിടെ എങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മമ്മിയാണ് നമുക്കിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ പൊതിച്ചോറിനെ പറ്റി? പറയുന്നത് അമ്മയ്ക്കും ഭയങ്കര നൊസ്റ്റമുള്ള ഇതാ. അമ്മയൊക്കെ കുഞ്ഞായിരുന്നപ്പോഴും പൊതിച്ചോറിൽ ഇങ്ങനെ ചോറിനായി. ഇപ്പൊ ഇന്നലെ വീഡിയോ കണ്ടതിന് അമ്മയും പറയായിരുന്നു ഇങ്ങനെ നല്ല മുട്ട പൊരിച്ചതും ചമ്മന്തി പിന്നെ ഒരു അച്ചാറ് എന്തെങ്കിലും ഒരു തോരൻ അത്ര മതി. പിന്നെ ആ വാഴയിലയുടെ മണോ, എന്തൊരു സുഖം. അന്നപ്പോ നമുക്ക് എന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര കൊതിയ. ഞാൻ രാവിലെ എണീറ്റപ്പോ തൊട്ട് പൊതിച്ചോറ് പറഞ്ഞോണ്ടിരിക്കുക. അല്ലേ, സമാധാനം തന്നിട്ടില്ല. അതെ, നമ്മളെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു. ഞാൻ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നിങ്ങളെ ഉണ്ടാക്കുന്ന കാണിക്കാം. ഓക്കെ, സിമ്പിൾ പൊതിച്ചോറാണ്, ഒത്തിരി കറികളൊന്നുമില്ല. അപ്പം എന്താ, കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാന്. പിന്നെ ഇത് പാടില്ലാത്ത കറികൾ, ചക്കയ്ക്കകത്ത സാധനം. പിന്നെ ഇതെന്താ, താള് തോരൻ. ഇത് മറ്റേ ഇലയും എല്ലാം കൂടെ കറി വെക്കാന്ന്, തോരൻ വെക്കാവുന്ന കൂട്ടത്താള് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇവിടെ ഒരു കാക്ക വന്ന അലമ്പാണ്, ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്റെ ഫേവററ്റ് അയില വറക്കാൻ വേണ്ടിയിട്ട്, അയില മീൻ, അതുമാണിത്. അപ്പൊ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. കമാൺ, നമ്മളിത് ചമ്മന്തി അരയ്ക്കുന്നു. കല്ലിൽ അരയ്ക്കുന്ന നാടൻ ചമ്മന്തി, മുളകൊക്കെ ചുട്ട്. ഇത് അരയ്ക്കുമ്പോ ഒരു മണം വരും എന്റെ സാറേ. പിന്നെ ഈ ചിലര് ഈ അരയ്ക്കുന്ന കല്ലിൽ തന്നെ മറ്റേ ചോറിട്ടിട്ട് കഴിക്കുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ അത് നോക്കിയിട്ടില്ല. അമ്മ വെച്ചിട്ടുണ്ടോ? ഞാനും അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഏതൊക്കെയോ പൊതിച്ചോറിന്റെ വീട് നേരത്തെ കാണുമ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കുമ്പോൾ ആ കല്ലിൽ തന്നെ ചോറൊക്കെ ഇട്ടിട്ട് കഴിക്കും. മേ ബി നല്ലതായിരിക്കും. ഞാൻ പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ തേങ്ങ, ഉള്ളി, കല്ലിൽ തന്നെ ചമ്മന്തി അരയ്ക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചമ്മന്തി ഇതേ ഫൈനൽ സ്റ്റേജിലെത്തി. ഇങ്ങനെ ഒരു ബോള് പോലെ ആക്കി എടുക്കുന്ന അതൊരു ഭയങ്കര രസം അത് കാണാൻ. ശരിക്കും എന്റെ വായു വെള്ളം വരുന്നുണ്ട് ഗൈസ്. ഈ ഭയങ്കര കൊതിയെന്ന് വെച്ചാണല്ലോ, ഭയങ്കര കൊതി എനിക്കിപ്പോ പൊതിച്ചോറ് കഴിക്കാൻ. ഇന്നലെ ഞാൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഉണ്ടാക്കി കഴിച്ചത്. എന്തെങ്കിലും കറികൾ മതി, പക്ഷെ പൊതി അങ്ങനെ കെട്ടിയിട്ട് ഇലക്കകത്ത് കഴിക്കണം. അന്തസ്. അങ്ങനെ ഒരു ഡിഷ് നമ്മൾ റെഡിയാക്കി. ഇനിയുണ്ട്. ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ആക്കാം. എനിക്ക് നല്ല വിശക്കുന്നല്ല, കൊതി. ഇനി അടുത്തുണ്ടാക്കാൻ കാണിക്കാം. ഇനി നമ്മൾ മെഴുക്ക് വരട്ടി തോരനും ഒരേ സമയം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഇച്ചിരി കുനിഞ്ഞു നോക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടി. ഞാൻ മെഴുക്കുവരട്ടിയാണ് ഗൈസ് പ്രിപ്പയർ ചെയ്യുന്നത് വിത്ത് അമ്മയുടെ റെസിപ്പി. ഇടട്ടെ ഉപ്പിടണോ? ഉപ്പിടണോ? ഒരു സൈഡ് തോരൻ, ഒരു സൈഡ് മെഴുക്കുവരട്ടി. നമ്മൾ ഫാസ്റ്റ് ആയിട്ടാണ്. ദോ അണ്ട അല്ലെ എടുക്കോ. നമ്മൾ ഇതിനകത്ത് ഇഞ്ചി ഇട്ടോ. എനിക്ക് ഇഷ്ടമല്ല ഇഞ്ചി ഇടുന്നത്. എനിക്ക് ഇഷ്ടമല്ല ഗൈസ് ഇഞ്ചി. നമ്മൾ മുട്ട പൊട്ടിക്കാൻ പോകുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം മുട്ട പൊട്ടിക്കാൻ.
ഇതുകൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇത് എണ്ണ ചൂടായി നമ്മൾ മീൻ വറക്കാനുള്ള പരിപാടിയാണ്. കറിവേപ്പില നിരനിരയായിട്ട് കൊടുക്കണം. എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ വരും, നല്ല രസം. പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്ക് മുട്ട പൊരിക്കാം ഗൈസ്. നമ്മൾ ദോശക്കല്ല് എടുത്ത് വെച്ചു. അപ്പൊ ഞാനാണ് ഗൈസ് മുട്ട പൊരിക്കാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി ആഡംബരമായിട്ടുള്ള മുട്ട എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സിമ്പിൾ ആയിട്ട് ഉള്ളി, മുളക്, കുരുമുളക്, ഉപ്പ് ഇത്ര മാത്രം ഇട്ടുള്ള മുട്ട എനിക്കിഷ്ടം. പക്ഷെ അമ്മ ഇപ്പൊ ഉണ്ടാക്കിയത് മറ്റേ തേങ്ങയും ഇഞ്ചി, ചിലർക്ക് അതാ ഇഷ്ടം. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല അത്. അതിന് ഞാനൊന്നും ചെറുതായിട്ടൊന്ന് ചകടയായി. എന്നിട്ട് ഞാനിത് വേറെ ഉണ്ടാക്കി. അപ്പൊ മുട്ട പൊരിക്കാം. ഇനിയാണ് ടാസ്ക്. ഇത് തിരിച്ചിടണം. ചെറുതായിട്ട് കരിഞ്ഞു, പക്ഷെ കുഴപ്പമില്ല. സക്സസ്ഫുള്ളി നമ്മൾ തിരിച്ചിട്ടിരിക്കും. ഒരു വലിയ പുകയൊക്കെ വരും. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആവുന്നുണ്ട്. നമ്മൾ അടുത്ത മുട്ട വെച്ചു. ഉണ്ടാക്കിയതാ ബ്യൂട്ടിഫുൾ. അതുകൂടെ ആവട്ടെ. ഞാൻ മുട്ട വെച്ചിട്ട് അപ്പുറം വരെ പോയി. മുട്ട കരിഞ്ഞു. ഇനി എന്ത് ചെയ്യുമല്ലേ. അപ്പൊ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ കിഴങ്ങ്, മുട്ട, ചമ്മന്തി, തോരൻ, മീൻ വറുത്തത്, പാട. ഇത്രയാണ് നമ്മുടെ കറികൾ. ഇനി നമുക്ക് ഇല വെട്ടിക്കൊണ്ടുവരാം. ഇതെല്ലാം എന്നിട്ട് ഒന്ന് സെറ്റ് ആക്കി വെക്കാം. ഐ ആം സോ എക്സൈറ്റഡ്. എന്താ സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഇവിടെ ഉണ്ടായപ്പായിരിക്കും. സോ ഗൈസ്, നമുക്കിനി ഇല വെട്ടാൻ വാഴത്തോപ്പുകളിലേക്ക് പോവാം. ഇവിടെ തോപ്പൊന്നുമില്ല, 2-3 വാഴയുണ്ട്. അതിന് എവിടെ നിന്ന് ഇല കിട്ടുമോ നോക്കാം. മമ്മിയുണ്ട്. എവിടെന്നാ ഫസ്റ്റത്തെ വാഴ നമ്മൾ വെട്ടി. വാഴയില നമ്മൾ വെട്ടി ഗൈസ്. ഇനി നമ്മൾ അടുത്തത് ഏതാ? ഇതൊന്നും കേട്ടോ. സക്സസ്ഫുള്ളി നമ്മൾ 2 വാഴയിലേക്ക് വെട്ടി. നമുക്ക് പൊതിയാം. ഇത് പൊതിഞ്ഞിട്ട്
ഒരു മണിക്കൂർ വെച്ചേക്കണം. അപ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ്. വിശന്നിട്ടല്ല, ഈ കൊതി, അതിഭയങ്കരമായ കൊതി കാരണമാണ്. ഇനി അത് പൊതിയുമ്പോ കാണിക്കാം. അപ്പൊ നമ്മളെ ഇല ഇങ്ങനെ വാട്ടണം. വാട്ടിയിട്ട് ആ ഇല വാട്ടിയിട്ട് അതിന്റെ ആ ഒരു മണം ഭയങ്കര അടിപൊളിയാ. നമുക്ക് രണ്ടിലയും വാട്ടിയെടുക്കാം, എന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിതേ 2 ഇലക്കകത്തും ചോറൊക്കെ എടുത്തു. ഇനി നമ്മൾ ഓരോരോ കറികളായിട്ട് വെച്ച് നമ്മൾ പൊതിയാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് അമ്മ ഇത് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഫസ്റ്റ് നമ്മുടെ ചമ്മന്തി, ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഇടുന്നതാണ്. നമ്മൾ ചമ്മന്തി വെച്ചു, നല്ല അടിപൊളി ചമ്മന്തി. ഇനി കിഴങ്ങ്, കുറച്ചും കൂടി ആവാം. കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ആ കിഴങ്ങും വെച്ചു. പിന്നെ തോരൻ വെച്ചു. പിന്നെ പാട മെഴുക്കുവരട്ടി, നല്ല ഡ്രൈ ആയി. ഓക്കെ, അതും വെച്ചു. മതി ഇച്ചിരി മതി എനിക്കത്. പിന്നെ മീൻ വറുത്തത്, ഒരു മീൻ വറുത്തതും. പിന്നെ മുട്ട, ഒരു മുട്ടയും കൂടെ അങ്ങ് വെച്ച് നമ്മളിനി ഇത് അടയ്ക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ കറികളൊക്കെ മണം വരുന്നുണ്ട്. അടച്ച് നമ്മൾ പേപ്പറിലും കൂടി ഇത് പൊതിഞ്ഞാക്കണം. അപ്പം ഒട്ടും ആ വാഴയിലയുടെ മണം പോവാതിരിക്കും. പേപ്പറിനും പൊതിയാം. എന്നിട്ട് നമുക്ക് ഇതിലും കൂടെ എല്ലാം ഫില്ല് ചെയ്തിട്ട് പേപ്പറിൽ പൊതിയാം. ഓക്കെ, നമ്മുടെ പേപ്പറിൽ പൊതിയുന്ന സീനാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി ഇതൂടെ കഴിഞ്ഞ് ഒരു മണിക്കൂർ ഇതിങ്ങനെ വെച്ചേക്കും. എന്നിട്ട് നമുക്ക് കഴിക്കാം. ഇനി അപ്പം കഴിക്കുമ്പോൾ കാണിക്കാം. അങ്ങനെ രണ്ടും സെറ്റായി. സോ ലാസ്റ്റ് ഗൈസ്, നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുന്നു. നമ്മൾ പൊതിച്ചോറ് തുറക്കാൻ പോവാ. എനിക്കാണെങ്കിൽ കൊതിയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തുറക്കാം. മണമുണ്ട്. ഓക്കെ, ഇങ്ങനെ വെക്കണം. എനിക്ക് പയ്യെ തുറക്കാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഈയട മോനെ, ഈ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം ഞാൻ കാത്തിരുന്നത്. ഞാൻ അവളെ കാണിക്കാം. നോക്കൂ ഗൈസ്, നമുക്കിങ്ങനെ മുട്ടയ്ക്ക് സൈഡ് മുട്ടിച്ചു കുറച്ച് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ. സോ നമുക്ക് കഴിക്കാം. അത് നമ്മൾ കുറച്ച് ചോറിനകത്തോട്ട് കിഴങ്ങിട്ടു. നമുക്ക് കിട്ടണം. തോരൻ, പിന്നെ മുട്ടയുടെ ഒരു ഇച്ചിരി എടുത്തു. പിന്നെ നമ്മുടെ ചമ്മന്തി, പിന്നെ മീനിന്റെ ചെറിയൊരു പീസ് അതുകൂടെ വെക്കുന്നു. അങ്ങനെ എടുത്തിട്ട് സൂപ്പർ. എനിക്ക് ഭയങ്കര കൊതിയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഭയങ്കര ടേസ്റ്റ്. അപ്പം ഏത് കഴിക്കട്ടെ, വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ പൊതിച്ചോറ് എത്ര പേർക്ക് ഇഷ്ടമാണെന്നുള്ളത് കമന്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.